പുടിൻ്റെ ഏറ്റവും അടുത്ത പോരാളികൾ എന്നാണ് ഇവരെ പറയുന്നത്. അതായത് പുടിൻ്റെ ഏറ്റവും അടുത്ത, പുടിൻ്റെ കൂടെ നിന്ന് പോരാടാൻ തയ്യാറായിട്ടുള്ള ചെച്ചൻ റിപ്പബ്ലിക്കിന്റെ പോരാളികളാണ് ഇപ്പം ഇറാനിലോട്ട് വരാൻ സന്നദ്ധ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാന്റെ യുദ്ധത്തിലോട്ട് ഞങ്ങൾക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്ന് മനസ്സിലായോ? ഇത് യൂറോപ്പൊന്നും അല്ല കേട്ടോ, ഇത് ഇറാനാണ്, ടെഹ്റാനാണ്. 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. ജനജീവിതം, അതായത് ഇസ്രായേലും അമേരിക്കയും ഇല്ലാണ്ടാക്കിയിട്ടുള്ള ടെഹ്റാൻ, പകുതി മുക്കാലും ഒട്ടുമുക്കാലും കത്തി തീർന്ന ടെഹ്റാനിലെ ജനങ്ങൾ അവരുടെ നോർമൽ ലൈഫ് ഇങ്ങനെയാണ് ഒരു ദിവസം പോകുന്നത്. നമ്മൾ വിചാരിക്കില്ലേ, പർദ്ദയിട്ട് മൊത്തം മൂടിയിട്ടുള്ള ആളുകൾ, ഈ ചാക്കിട്ട് മൂടിയിട്ടുള്ള ആളുകൾ യുദ്ധത്തിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ബോംബ് വരുന്നത് എന്ന് കണ്ടുകൊണ്ടിരുന്ന് പേടിച്ചിരിക്കുന്ന ടെഹ്റാനിലെ ഇറാനികളെ നമ്മൾ ചിന്തിക്കുന്നതില്ലേ, ഇതാണ് ടെഹ്റാനിലിപ്പം നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് യുദ്ധത്തിനെ എതിരേൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് നോക്കുക. ഇതാണ് അവസ്ഥ. ഇതേ സ്ഥാനത്ത് ടെഹ്റാനിൽ നമ്മൾ കണ്ടു, ഇതേ സ്ഥാനത്ത് ഇസ്രായേലിലെ അവസ്ഥ എന്താണ്? ഇങ്ങനത്തെ ചില സ്ഥലങ്ങൾ അവിടെയുണ്ട്, പക്ഷെ അത് മാത്രമല്ലാതെ ഇതുപോലത്തെ അവസ്ഥകളാണ് അവിടെ. തുടക്കത്തിൽ നമ്മൾ കാണാത്ത പലതും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇസ്രായേലി ഭടന്മാർ അല്ലെങ്കിൽ പട്ടാളക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലുന്ന ഓരോരുത്തരും ഇതുപോലെ കൊണ്ടുപോയിട്ട് അതിൻ്റെ സങ്കടങ്ങൾ പറച്ചിലും അതിൻ്റെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഇപ്പം ഇസ്രായേൽ നടക്കുന്നത്. അപ്പോൾ 2 രാജ്യങ്ങളിൽ എങ്ങനെ യുദ്ധത്തിനെ നേരിടുന്നു, അല്ലെങ്കിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ യുദ്ധം എത്ര നടന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും ഞങ്ങൾ പട്ടാളത്തിൽ ചേരാമെന്ന് പറഞ്ഞ് നടക്കുന്ന 10 ലക്ഷത്തോളം പട്ടാളങ്ങളുള്ള ഇറാനും ഇവിടെ ഞങ്ങളെക്കൊണ്ട് യുദ്ധം ചെയ്യാൻ വയ്യ, ഞങ്ങളെക്കൊണ്ട് വയ്യ, ഞങ്ങളെ ഈ പറഞ്ഞ ഇറാനും ഹെസ്ബുള്ളയും ഞങ്ങളെ കൊന്നു തീർക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പട്ടാളത്തിൽ വരുന്നില്ലേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. ഇതാണ് ഈ 2 യുദ്ധത്തിൻ്റെ, പേടിയുള്ളവന്മാരും പേടിയില്ലാത്തവന്മാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോഴത്തെ കാര്യം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ, നമ്മൾ പറയാൻ വന്നതല്ല. ചെച്ചൻ റിപ്പബ്ലിക് നിങ്ങൾക്ക് അറിയില്ല ഏതാണെന്നുള്ളത്. ചെച്ചൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ ഭാഗമാണ്. അതായത് ഇതൊരു സ്വതന്ത്ര റിപ്പബ്ലിക്, സ്വയംഭരണ പ്രദേശമാണ്. രാജ്യം എന്ന് പറയുന്നില്ല, സ്വയംഭരണ പ്രദേശമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ഇവർ ഇപ്പം റഷ്യയുടെ കൂടെ കൂടിയിട്ട് ഇറാന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. അതായത് ഈ യുദ്ധം കരയുദ്ധത്തിലോട്ട് മാറുന്ന സമയത്ത് ഇറാന്റെ കൂടെ നിൽക്കാൻ, കരയുദ്ധത്തിലോട്ട് ഇവർക്ക് വരാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇറാന്റെ കൂടെ നിൽക്കും എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചെച്ചൻ സൈന്യത്തിന്റെ ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. US ഇറാന് നേരെ കരയാക്രമണം നടത്തിയാൽ തങ്ങളുടെ സൈന്യത്തെ അയക്കാനാണ് ചെച്ചൻ പോരാളികൾ ഇപ്പം മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ നേതാവിൻ്റെ പേര് റംസാൻ ഖത്യോവ്. അതായത് ഇവർ റഷ്യൻ വംശജ, റഷ്യക്കാരാണ് ആക്ച്വലി കേട്ടോ. മുസ്ലിം ഇസ്ലാമിക് രാജ്യമല്ല, ഇസ്ലാമിക് പ്രദേശമാണെങ്കിലും റഷ്യയുടെ അണ്ടറിൽ വരുന്നതാണ്. പുടിൻ്റെ ഏറ്റവും അടുത്ത പോരാളികൾ എന്നാണ് ഇവരെ പറയുന്നത്. അതായത് പുടിൻ്റെ ഏറ്റവും അടുത്ത, പുടിൻ്റെ കൂടെ നിന്ന് പോരാടാൻ തയ്യാറായിട്ടുള്ള ചെച്ചൻ റിപ്പബ്ലിക്കിന്റെ പോരാളികളാണ് ഇപ്പം ഇറാനിലോട്ട് വരാൻ സന്നദ്ധ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാന്റെ യുദ്ധത്തിലോട്ട് ഞങ്ങൾക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെ ഒരു സൈനിക നീക്കമായിട്ടല്ല അവർ കാണുന്ന, അവരിതിനെ വിശുദ്ധ യുദ്ധമായിട്ടാണ് കാണുന്നത്. അതായത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന, ആ രീതിയിൽ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും ഈ പറഞ്ഞ ഇസ്രായേലും മുൻകൂട്ടി ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു വിശുദ്ധ യുദ്ധം, ജിഹാദിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ വിശുദ്ധത ഉണ്ടെങ്കിൽ അതിന് ജിഹാദ് എന്ന് പറയുന്നതാണ്. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ തീവ്രവാദം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിലെ മരസംഖി വാണസംഖികൾക്കല്ല, അവരോടല്ലത് പറയാനുള്ളത്. അപ്പം അവർ ഈ യുദ്ധത്തിനെ വിശുദ്ധ യുദ്ധമായിട്ടാണ് കാണുന്നത്. ഈ ഇറാനിലെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ആ രാജ്യം പിടിക്കുക, അല്ലെങ്കിൽ വിശാല ഇസ്രായേൽ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇസ്രായേലും അവർക്ക് താങ്ങി അവരുടെ ആസനം നക്കി ജീവിക്കുന്ന അമേരിക്കയ്ക്കും എതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്നാണ് അവരുടെ നേതാവായിട്ടുള്ള റംസാൻ ഖത്യോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടെ റഷ്യയുടെ സപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം US-ലെയും ഇസ്രായേലിൻ്റെയും സഹായിക്കാൻ ഉക്രൈനിലെ, അതായത് ഇതേ സമയത്ത് തന്നെ നമുക്കറിയാം US-നെയും ഇസ്രായേലിനെയും സഹായിക്കാൻ ഉക്രൈനിലെ പല വിദഗ്ധരും പല മേഖലകളിലായിട്ട് ഇപ്പം ഉണ്ട്. അതായത് എങ്ങനെ ഡ്രോണുകളെല്ലാം ഉണ്ടാക്കണം, ഡ്രോണുകൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് ഉക്രൈനികൾ വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കണക്കിലെടുത്ത് അല്ലെ റഷ്യയുടെ ഭാഗമായിട്ടുള്ള ഈ ചെച്ചൻ ഈ ഗ്രൂപ്പ് ഈ യുദ്ധത്തിലോട്ട് ഇറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ആണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റിപ്പോർട്ട്. ചെറിയൊരു കാര്യമല്ല, കാരണം ഇവർക്ക് ഇറാൻ്റെ
അല്ലെങ്കിൽ ഇറാന്റെ പട്ടാളത്തിന്റെ കൂടെ കൂടി കരയുദ്ധം ചെയ്യാൻ നല്ലവരാണ് ഇവർ. അതായത് റഷ്യ പോലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, പുടിൻ പോലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, തൻ്റെ വലത് കൈ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പോരാളികളാണ് ചെച്ചൻ പോരാളികൾ. അപ്പം ഇവരും കൂടെ യുദ്ധത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇനി ഇറാൻ അത് അക്സെപ്റ്റ് ചെയ്യണം, ഇത് കരയുദ്ധം വന്നു കഴിഞ്ഞാൽ ഇവരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആളുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ കാണിച്ച പോലെ ഇതുപോലത്തെ ശവപ്പെട്ടികളിലായിരിക്കും തിരിച്ച് അമേരിക്കക്കാരും ഇസ്രായേലും പോകേണ്ടി വരുന്നൊരവസ്ഥ. അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ട്രംപ് ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ. അതായത് ട്രംപിൻ്റെ ഉപദേശകരും അല്ലെങ്കിൽ വൈറ്റ് ഹൗസിലെ മറ്റ് ഭരണ ഉദ്യോഗസ്ഥരും ഇന്ന് മറ്റേ വാൾ സ്ട്രീറ്റ് ജേണലിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു അഭിമുഖത്തിൻ്റെ ക്ലിപ്പ് നമ്മൾ ഇട്ടിരുന്നു. അതായത് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്താൻ ആണ് ഇപ്പം ട്രംപ് ആഗ്രഹിക്കുന്നത്. ട്രംപിനെ കൊണ്ട് പറ്റുന്നില്ല, പക്ഷേ കുടുങ്ങി എന്നുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രം വിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം ട്രംപ് ഉള്ളത്. അതാണ് നടന്നിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള പല ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രംപിൻ്റെ അല്ലെങ്കിൽ യുദ്ധത്തിലോട്ട് ഇറങ്ങിയിട്ടുള്ള ട്രംപിൻ്റെ മനസ്സിലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അപ്ഡേറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് അമേരിക്കയുടെ 2 ഡ്രോണുകൾ ഇറാൻ തകർത്തിട്ടുണ്ട്. ചെറിയ ഡ്രോണുകളല്ല, MQ-9 പോലത്തെ വലിയ കോടിക്കണക്കിൽ രൂപ വരുന്ന അമേരിക്കയുടെ ഡ്രോണുകൾ ഇന്ന് IRGC തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, UAE അൽ മിൻഹാത്ത് ബേസിലോട്ട് ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ആയിരുന്നു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഇതൊരു രഹസ്യ ആർമിയാണ്, അതായത് രഹസ്യ ആർമി കമാൻഡ് ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ഇത് ഒരേ സമയം അത് കണ്ടെത്തുകയും ഒരേ സമയം നശിപ്പിച്ചു എന്നുള്ള ഇറാന്റെ അവകാശവാദങ്ങളാണ് ഇപ്പം പുറത്തോട്ട് വരുന്നത്. കുറച്ച് മുമ്പ് ഉച്ചയായപ്പോൾ വന്നിട്ടുണ്ട് ഈ ന്യൂസുകൾ. ആക്രമണത്തിന്റെ സമയത്ത് ഏകദേശം 200ഓളം അമേരിക്കൻ ഓഫീസേഴ്സും കമാൻഡേഴ്സും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നാണ് IRGC പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ എല്ലാ US താവളങ്ങളിലുള്ള അമേരിക്കൻ പട്ടാളക്കാരെയും ഉന്നം വെച്ചിട്ട് തന്നെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതലുള്ള ആക്രമണം. അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്ത് 200 പേരെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തോട്ട് ഡയറക്റ്റ് ഹിറ്റ് നടന്നിട്ടുണ്ട് എങ്കിൽ ഈ 200 പേരും കൊല്ലപ്പെട്ടു എന്നാണ് ഈ ഇറാൻ IRGC വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ അതിനെ പ്രത്യേകിച്ച് US സൈഡിൽ നിന്നോ അല്ലെങ്കിൽ UAE സൈഡിൽ നിന്നോ വേറെ അതിനെ സമ്മതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ടോ ഉള്ള ഒരു പ്രസ്താവനകളും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള, പ്രത്യേകിച്ച് അമേരിക്കൻ ബേസുകളിലൊക്കെ ഉള്ള ഒരുവിധ റഡാർ സിസ്റ്റങ്ങൾ കംപ്ലീറ്റ്ലി ഇറാൻ ആദ്യമേ തകർത്തു. അതിനുശേഷം അവിടുത്തെ റഡാർ സിസ്റ്റത്തിന്റെ കൂടെ തന്നെ അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും തകർത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബേസുകളിലോട്ട് ഈ മിസൈലുകൾ വീണുകൊണ്ടിരിക്കുന്നത്. ഈ ബേസുകളിൽ ഇപ്പോഴും US പട്ടാളക്കാർ ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള കൺട്രോളും കാര്യങ്ങളും ചെയ്യുന്നത് ഈ ബേസുകളിൽ നിന്നാണെന്ന് ഇറാൻ വ്യക്തമായിട്ട് തരാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഈ സ്ഥലങ്ങളിലോട്ട് ആക്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇറാന്റെ പല AWCS വിമാനങ്ങൾ, ഇറാന്റെ അല്ല US-ന്റെ വിമാനങ്ങൾ നശിപ്പിച്ചതായിട്ട് നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വിമാനങ്ങളാണ് ആകാശത്തുനിന്ന് പോലും പല റഡാർ സംവിധാനങ്ങളും വെച്ചിട്ട് യുദ്ധത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിമാനങ്ങളും ഈ ഒരു ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട് എന്നാണ് IRGC ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. എന്താണെങ്കിൽ റിപ്പോർട്ട് പ്രകാരം ഇത്തരം ഒരു രഹസ്യ താവളം നിലവിലുണ്ട് എന്നും 200 അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു എന്നും അവരെ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ കഥ തീർത്തു എന്നാണ് IRGC ഇപ്പം കൺഫർമേഷൻ പറയുന്നത്. ഇനി അമേരിക്കയിൽ എത്ര പട്ടാളക്കാർ മരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ ജീവൻ പോയി കഴിഞ്ഞാലും അത് പുറത്തോട്ട് വിടാൻ സെൻട്രൽ കമാൻഡോ അതല്ലെങ്കിൽ അമേരിക്കൻ സഖ്യകക്ഷികളോ മുന്നോട്ട് വരില്ല എന്നും നമുക്കറിയാം. അതുകൊണ്ട് നമുക്കത് കണ്ട് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇന്ന് സൗദിയിലെ ചില സ്ഥലങ്ങളിൽ ഇറാന്റെ നശിപ്പിച്ച ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണിട്ട് കുറേ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. UAE തന്നെ മറ്റ് ഭാഗങ്ങളോട്ട്, ദുബായിലോട്ടും അല്ലെങ്കിൽ മറ്റ് ഫുജൈറ പോർട്ടലോട്ടും ഒക്കെ അടുത്ത ഇറാന്റെ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ അലേർട്ടായിട്ടാണ് ഈ സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ള മറ്റ് ചില കാര്യമായിട്ടുള്ള ചില അപ്ഡേറ്റുകളായിട്ട് നിങ്ങളെ മുമ്പിൽ പറയാനുള്ളത്. ഇനി അത് മാത്രമല്ല, ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റിലെ പ്രധാന US സൈനിക താവളത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഇന്നുമായിട്ട് അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ, ഭയങ്കര ക്ലോസപ്പ് ആയിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതിൽ തകർന്ന അമേരിക്കയുടെ പവർ സ്റ്റേഷനുകളും കമാൻഡ് സെന്ററുകളും വിമാന ഹാങ്ങറുകളും ബരക്കുകളും ഒക്കെ തകർന്നതിന്റെ വീഡിയോസും അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസും ഒക്കെ ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ആക്രമണം കാരണം തന്നെ ഈ സ്ഥലങ്ങളിൽ വാസയോഗ്യമല്ല എന്നുള്ള തീരുമാനം അമേരിക്കൻ പട്ടാളക്കാർ എടുത്തിട്ടുണ്ട്. ഇവിടെ തൽക്കാലമായിട്ട് കുറെ പേരൊക്കെ പല സ്ഥലങ്ങളിലോട്ടും പലായനം ചെയ്തു പോയിട്ടുണ്ട്. അമേരിക്കൻ പട്ടാളക്കാർ തന്നെ പല സ്ഥലങ്ങളിലോട്ട് മാറിപ്പോയിട്ടുള്ളത് ആയിട്ടുള്ള റിപ്പോർട്ടുകളും അപ്ഡേറ്റുകളും ഒക്കെ ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. മാത്രമല്ല, എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണം എന്ന് റഷ്യയുടെ സൈഡിൽ നിന്ന് വ്ളാഡിമിർ പുടിന്റെ ഒരു പ്രസ്താവനയും ഇന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ, ഇതുവരെയുള്ള അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, ഷെയർ, കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കതിൽ അടുത്ത ഒരു അപ്ഡേറ്റിൽ വീണ്ടും കാണാം. ശരി.